നമസ്കാരം. ഇലക്ട്രോണിക് മലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ റേഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയം ഉണ്ടായിരിക്കും. കാരണം എൻ്റെ ഷോർട്സ് വീഡിയോ കണ്ടവർക്കും അതുപോലെ എൻ്റെ ഈ റേഡിയോ വാങ്ങിയതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടവർക്കൊക്കെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നൊരു റേഡിയോ ആയിരിക്കും ഇത്. കാരണം ഈ ഒരു റേഡിയോ വാങ്ങാൻ പോയ ഞാൻ 3 റേഡിയോയും കൂടെ വാങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്, ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ടാവും, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇതെൻ്റെ ഒന്ന് താഴെ പോയി, ഇതിൻ്റെ 1-2 ലോക്കൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇനി ഇത് കൈവച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, റിപ്പയർ ചെയ്യാതെ കൈവച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രൂ ഒക്കെ ഓൾറെഡി അഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, കാരണം ഓൾറെഡി എൻ്റെ 2 ലോക്കൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സ്ക്രൂ അഴിച്ച സ്ഥിതിക്ക് ഇത് കണ്ട, അതിൻ്റെ ലോക്ക് പീസുകൾ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് ഇപ്പോൾ താഴെ പോയി. ഒരു മിനിറ്റ്. നമ്മുടെ ഒരു പീസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഇവിടെ ഇത് പൊട്ടിപ്പോയി. ഒപ്പം തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സൈഡ് പീസ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇതൊന്നും തറയിൽ വീണപ്പോൾ തന്നെ അത്യാവശ്യം ഇതിൻ്റെ കട്ടയും പടവും മടങ്ങിയ ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇവിടെ ഉണ്ട് ഒരു പീസ് ഇവിടെ കിടപ്പുണ്ട്, ഇതിനുള്ളിലൊരു പീസ് കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് കൈ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിനി എൻ്റെ തന്നെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് റിപ്പയർ ചെയ്ത് ഇതിൻ്റെ ബാറ്ററി ഒന്ന് മാറി, നമുക്ക് ഞാൻ സ്പെയർ ബാറ്ററി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് റീപ്ലേസ് ചെയ്ത് നമുക്കിത് വർക്ക് ചെയ്യുന്ന ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പുള്ളി എനിക്ക് തന്ന സമയത്ത് ഇത് ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞിട്ട് റീസ്റ്റാർട്ട് ആവുന്നൊരു പ്രശ്നമായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. ചാർജ് എത്ര നേരം കുത്തിയിട്ടാലും ആവുന്നുണ്ടായിരുന്നില്ല. ഓണായി വന്നിട്ടുണ്ടെങ്കിൽ ഹായ് എന്ന് വന്നിട്ട് റീസ്റ്റാർട്ട് ആവും. അതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. അപ്പം നമ്മളാരും തന്നെ ഇതിന് ആ സമയത്ത് 6 വോൾട്ട് ബാറ്ററി, ഇതിനൊരു എക്സ്റ്റേണൽ 6 വോൾട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബാറ്ററി ഇട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം 4 ബാറ്ററിയൊക്കെ ഇട്ട് ഇപ്പം ഈ കാലത്തൊന്നും ആരും റേഡിയോ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. റീചാർജ് ബാറ്ററിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഞാൻ വാങ്ങിയിട്ടുണ്ട്. 1 ആമ്പിയറിനാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇതിലേക്കാൾ ഇച്ചിരി വലിപ്പമുള്ള ബാറ്ററിയാണിത്. എനിക്ക് തോന്നുന്നു 2000 mAh ആയിരിക്കും. പക്ഷേ എനിക്ക് ലോക്കൽ സ്റ്റോറിൽ ഈ വലിപ്പത്തിലുള്ള ബാറ്ററി കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നിയറസ്റ്റ് ഇക്വലൻ്റ് കിട്ടിയത് ഈ 1 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് എത്ര നേരം നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇത് വാങ്ങി കുറച്ച് കാലം ഇതിനകത്ത് ഓടട്ടെ. നമുക്ക് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ലിഥിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, ലിഥിയം ബാറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കിതെടുത്ത് കളഞ്ഞിട്ടൊരു മൈക്രോ USB ചാർജിങ് പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ഇതിപ്പം നിലവിൽ സെൻറ്റർ നെഗറ്റീവാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, സെൻറ്റർ നെഗറ്റീവും ഷീൽഡ് പോസിറ്റീവായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഈ ട്രാക്ക് നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഇവിടെ പിടിപ്പിക്കാൻ പോവാണ്. ഇവിടെ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നോർമൽ ബ്രിഡ്ജ് റെക്ടിഫയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴും 6 വോൾട്ടാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ പൊളാരിറ്റി മാറിപ്പോയാൽ നമുക്ക് പേടിക്കാതെ നമുക്കിതിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ അത് മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒറ്റ IC ആണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇതാണ് ഇതിൻ്റെ മെയിൻ IC എന്ന് പറയുന്നത്. ഈ IC തന്നെയാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത്, അതുപോലെ മറ്റേ ബ്ലൂടൂത്ത് ആൻറ്റിനയാണിത്. ഇതൊരു ഫ്യൂസ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൻറ്റിനയോ മറ്റോ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ലെങ്ത് മാച്ചിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻറ്റിന പോലെ തോന്നുന്നു, ബട്ട് ഉറപ്പില്ല. പിന്നെ ഇത് FM ചിപ്പാണെന്ന് തോന്നുന്നു. എങ്കിൽ നമ്പർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഡേറ്റ ഷീറ്റ് അവൈലബിൾ ആണെങ്കിൽ ഞാനിവിടെ പബ്ലിഷ് ചെയ്യാം. ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്, കാരണം ചാർജിങ് സർക്യൂട്ട് മറ്റേ അപ്പർ സൈഡിലേക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഇതായിരിക്കണം ഓഡിയോ ആംപ്ലിഫയർ, ബിക്കോസ് സ്പീക്കറിലേക്ക് പോകുന്ന വയറാണ് ഇത്. അപ്പം ഇതൊരു സിംഗിൾ സൈഡഡ് ബോർഡാണ്. ഈ ഒറ്റ IC ആണ് ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിൻ്റെ ചാർജിങ് സെക്ഷൻ മാത്രമാണ് അപ്പറേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് ഊരിയെടുക്കാൻ പറ്റില്ല, കാരണം ആ ഡിസ്പ്ലേ അവിടെ ടൈറ്റ് ആയതുകൊണ്ട് അത് ഫുള്ളായിട്ട് ഊരിയെടുക്കാൻ പറ്റില്ല. പക്ഷേ അപ്പുറത്തൊന്നും തന്നെ ഇല്ല. അപ്പുറത്തൊരു കപ്പാസിറ്റി ഡ്രോപ്പ്, നിങ്ങൾക്ക് കപ്പാസിറ്റർ കാണാമല്ലോ, ഒരു കപ്പാസിറ്റി ഡ്രോപ്പർ പവർ സപ്ലൈ മാത്രമാണ് അപ്പർ സൈഡിലുള്ളത്. ഇതൊരു ഫുള്ളി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ടോ, PCBയിൽ യാതൊന്നും ഇല്ല. ഒരു മൈക്രോഫോണ്, പിന്നെ അവിടെ ഉള്ളത് കുറച്ച് കപ്പാസിറ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. ഡിസ്പ്ലേ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കിത് അധികത്തിൽ ഊരിയെടുക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാം. ഇപ്പോൾ ഉള്ള ബാറ്ററിയുടെ വോൾട്ടേജ് നമുക്കൊന്ന് മെഷർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റിപ്പയറിങ് ആയിരിക്കും. കാരണം നല്ലൊരു ശതമാനം കേസുകളിലും ബാറ്ററി ഡെഡ് ആകുമ്പോഴാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ബാറ്ററി ചാർജ് 0 ആണ് കാണിക്കുന്നത്.
നമുക്ക് കണ്ടല്ലോ ബാറ്ററി ചാർജ് 0 ആണ്. നമുക്കൊരു ചാർജുള്ള ബാറ്ററിയിലേക്ക് കൊടുത്ത് നോക്കാം. 4.2 വോൾട്ട്. ബാറ്ററി ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കണം. ഈ ബാറ്ററിയിലേക്ക് നമ്മുടെ എക്സ്റ്റേണൽ നമുക്കൊരു പവർ ബാങ്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചാർജ് കൊടുത്തും കൂടെ നോക്കാം. ചാർജ് കയറുന്നുണ്ടെന്ന് അറിയണമല്ലോ. ഈ ബാറ്ററി ചാർജ് ചെയ്താൽ കയറുമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഇത് കയറുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം മണിക്കൂറുകളോളം നമ്മൾ AC മെയിൻസിൽ കുത്തിയിട്ടിട്ട് ചാർജ് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ബാറ്ററിയിൽ കുത്തിയിട്ടാലും കയറാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ ഈ ബാറ്ററി ഒന്ന് കുത്തിയിടാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇതുവരെ ഒരു സിംഗിൾ മില്ലി ആംപിയർ പോലും ഇത് ചാർജ് വലിച്ചിട്ടില്ല. ഇത് എപ്പോഴാണ് 4.9 ഞാൻ വെച്ചിരുന്നത്. അത് 1 മണിക്കൂർ ഞാൻ ഓർത്ത് കുറച്ചൊക്കെ കയറുമെന്ന് ഓർത്തു. പക്ഷേ ഇതുവരെ 0 ഇത് മാറിയിട്ടില്ല. ദാറ്റ് മീൻസ് ഇത് കംപ്ലീറ്റ്ലി ഡെഡാണ്. ഇതിനെ കൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇത് കളഞ്ഞിട്ട് നമുക്ക് ഈ പുതിയ ബാറ്ററി സോൾഡർ ചെയ്യാം. അതേ നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഓൾറെഡി മെയിൻസിൽ കുത്തിയിട്ട് ചാർജ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് ഡെഡാണ്. അപ്പോൾ നമുക്ക് ഇത് വഴി നോക്കി ഇതും നടക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാം. ഇനി ഈ ഒരു ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ, എത്ര മണിക്കൂർ നിൽക്കുമെന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല. ഇതുകൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കളഞ്ഞിട്ട് ഇത് ലിഥിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ ഇനി സോൾഡർ ചെയ്യാനുള്ള പരിപാടി നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ആൻറ്റിനയുടെ കണക്ഷൻ സോൾഡർ ചെയ്തു. അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് സോൾഡർ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സൂപ്പർ ഗ്ലൂ ഇട്ട് പൊട്ടിയതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്തും സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പുതിയ ബാറ്ററി നമുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഒന്ന് ഓണാക്കി നോക്കാം. സൂക്ഷിച്ച് ഞാൻ ഇവരെ ഒന്ന് അടയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്. ബ്ലൂടൂത്ത് മോഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് ഇടുന്നില്ല. നമുക്ക് ജസ്റ്റ് മോഡൊന്ന് മാറ്റി നോക്കാം. FM റേഡിയോയുടെ മോഡായിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് വരുന്നുണ്ട്. ഇനി വോളിയം കുറച്ച് വയ്ക്കാം. എന്നിട്ട് മോഡൊന്ന് മാറ്റട്ടെ. ലൈനിൻ ഓക്സിലറിയുടെ മോഡ്, ബ്ലൂടൂത്ത് മോഡ്. അപ്പോൾ സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. FM റേഡിയോ റിസപ്ഷൻ എൻ്റെ ഏരിയയിൽ കുറവാണ്. അതുകൊണ്ടാണ് FM വെച്ചിട്ട് ചാനൽ കിട്ടാത്തത്. ഒപ്പം തന്നെ നമ്മുടെ ആൻറ്റിനെയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും സംഗതി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാരണം കൊണ്ട് ഉപേക്ഷിക്കുന്ന റേഡിയോകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വിലയ്ക്ക് നമുക്ക് റേഡിയോ എടുത്ത് ഇതുപോലെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പം ബാറ്ററിക്ക് 70 രൂപയെ ചിലവ് വന്നിട്ടുള്ളൂ. റേഡിയോ വാങ്ങിൻ്റെ വിലയും മറ്റു കണക്കും നമ്മൾ മറ്റേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന റേഡിയോ നമുക്കിതുപോലെ ചെറിയ പ്രശ്നങ്ങളെ കാണുള്ളൂ. ബാറ്ററി പോലെ ചെറിയ പ്രശ്നങ്ങളെ കാണുള്ളൂ. അത് മാറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറേ കാലം കൂടെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ കൈവശമുള്ള റേഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കതും അതിൻ്റെ ബാറ്ററിയൊക്കെ പോയതാവാനേ ചാൻസ് ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. നല്ലൊരു ശതമാനവും നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. ബൈ.